Everybody, standard, kiss. Everybody, attention. Everybody, stand loading, position. One all around, load. ആയിരത്തി 1968 വീരമൃത്യു വരിച്ച തോമസ് കെ ചെറിയാന് പൂർണ്ണ സൈനിക ബഹുമതികൾ നൽകുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Everybody, present. Volley, fire. Down. Unlock. Order up. Pick up your calculator. അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം മഞ്ഞുമലയിൽ കണ്ടെത്തിയ തോമസ് കെ ചെറിയാൻ എന്ന വീര സൈനികന് ജന്മനാട് വിട നൽകുകയാണ്. അന്തിമോപചാരമർപ്പിക്കാൻ വൻ ജനാവലിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി എ വി ജയശങ്കർ ചേരുകയാണ് അവിടെ നിന്ന്. ജയശങ്കർ, ഇനി എന്താണ് അന്തിമോപചാരം അർപ്പിക്കാൻ വൻ ജനാവലി അവിടെ എത്തുന്നു, ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, വീട്ടിൽ വെച്ച് കേരള പോലീസ് അവരുടെ ഔദ്യോഗിക ബഹുമതികൾ ഇദ്ദേഹത്തിന് നൽകി. ഗാർഡ് ഓഫ് ഓണറാണ് പോലീസ് നൽകിയത്. ഭവനത്തിൽ വെച്ചായിരുന്നു പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ. അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം സംസ്കാര ചടങ്ങുകൾക്കായി പള്ളിയിലേക്ക് കൊണ്ടുപോകും. കുറച്ചുകൂടി മതപരമായ ചടങ്ങുകൾ വീട്ടിൽ പൂർത്തിയാക്കാനുണ്ട്. അതിനകം തന്നെ അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം അടുത്തുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോകും. പള്ളിയിലെത്തിച്ച് അവിടെയും കുറച്ചധികം മതപരമായ ചടങ്ങുകളുണ്ട്. അത് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. ഇദ്ദേഹത്തിന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പത്തനംതിട്ടയിൽ എത്തിച്ച സമയം മുതൽ നാട്ടിൽ വലിയൊരു ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, സൈനികന് ആദരവ് അർപ്പിക്കാൻ വേണ്ടി ഇലന്തൂരിലും പരിസര പ്രദേശങ്ങളിലും തടിച്ചുകൂടിയത്. വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. ഈ എത്തിയ ആളുകളിൽ വൃദ്ധരായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്. അത്തരത്തിൽ പ്രായഭേദമന്യേ വളരെ ചെറുപ്പത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു ജവാൻ നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അതിന്റെ വേണ്ട ബഹുമതികളോടെ, വേണ്ട ആദരവോടെ യാത്ര അയക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇലന്തൂരിൽ പൂർത്തിയായിട്ടുണ്ട്. ഇലന്തൂരിനെ സംബന്ധിച്ച് അവരുടെ ജീവിതകാലത്ത് ഇത്തരത്തിൽ ആദ്യമായാണ് ഒരു അനുഭവം ഉണ്ടാവുന്നത്. ഇത്തരത്തിലൊരു കാഴ്ചയ്ക്ക്, ഒരു സംഭവത്തിന് അവർ ആദ്യമായാണ് കാഴ്ച വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഘട്ടത്തിൽ ആ ധീര ജവാന് വേണ്ട ബഹുമതികളോടെ ഉള്ള ഒരു യാത്രയയപ്പിനുള്ള സൗകര്യങ്ങൾ തന്നെയാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും പോലീസ് അവരുടെ ഔദ്യോഗികമായ ആദരവ് നൽകിയിരിക്കുന്നു, ഗാർഡ് ഓഫ് ഓണർ നൽകിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം അടുത്തുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഈ പള്ളിയിൽ വെച്ച് സൈന്യം ഇദ്ദേഹത്തിന് ആദരവ് നൽകും. സൈന്യവും ഇവിടെ വെച്ച് ഗാർഡ് ഓഫ് ഓണർ നൽകുമെന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടിയായിരിക്കും പള്ളിയിലേക്കുള്ള തുടർന്നുള്ള യാത്രകൾ ഉണ്ടാകും. എന്തായാലും നാട് ഇലന്തൂർ വലിയ കണ്ണീരോടുകൂടി വൈകാരികമായി വലിയ ആദരവാണ് ഈ സൈനികന് നൽകുന്നത്. കാരണം നീണ്ട 56 വർഷത്തിന് ശേഷം ചെറുപ്രായത്തിൽ 22-ാം വയസ്സിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ആളുടെ ഭൗതികദേഹം 56 വർഷത്തിന് ശേഷം നാട്ടിലെത്തുമ്പോൾ അത് നാടിനെ സംബന്ധിച്ച് വളരെയധികം വൈകാരിക വിഷയമാണ്. പല ആളുകളും ഇദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ വാർത്തകൾ വന്നതിന് പിന്നാലെയാണ്. എന്തായാലും അതിനുശേഷവും നിരവധി നാട്ടുകാരും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് വീട്ടിലെത്തി അവസാനമായി ഒരു നോക്ക സൈനികനെ കണ്ട് ആദരവ് അർപ്പിക്കാൻ വേണ്ടി എത്തിയത്. എന്തായാലും നിലവിലെ വീട്ടിലെ പൊതുദർശനം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സൈനിക വാഹനത്തിൽ ഈ ഭൗതികദേഹം അടുത്തുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് പള്ളിയിലും ചില മതപരമായ ചടങ്ങുകളുണ്ട്. പള്ളിക്കുള്ളിൽ അത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് നടക്കുക. പൂർണ്ണമായും സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ നിലവിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവർ പള്ളിയിലേക്കും അനുഗമിക്കും. എന്തായാലും ആന്റോ ആന്റണി MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ നാട് വീര സൈനികന് വിടവാങ്ങൽ നൽകും. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന.
വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജയശങ്കർ, 12 മണിയോടെ മൃതദേഹം കാരൂർ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു മുൻപ് അറിയിച്ചിരുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു ജനബാഹുല്യം മൂലം നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് മൂലം അത് കുറച്ച് വൈകിയിരിക്കുന്നു. ഇനി ഈ ദേവാലയത്തിലെ ശുശ്രൂഷകൾ എപ്പോൾ ആരംഭിക്കും, അത് എപ്പോഴേക്ക് പൂർത്തിയാകും? പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണല്ലോ ഈ വിടവാങ്ങൽ ചടങ്ങ്. സൈനിക വാഹനത്തിൽ തന്നെ ഈ ഭൗതിക ശരീരം പള്ളിയിലേക്ക് എത്തിക്കുക എന്നതാണല്ലോ. ക്രിസ്റ്റീന, ഈ ഭൗതികദേഹം നിലവിൽ വീട്ടിൽ നിന്ന് പുറത്തേക്കെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. സൈനികർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഭൗതികദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്കെടുക്കും. നേരെ പള്ളിയിലേക്കായിരിക്കും യാത്ര. സൈനിക വാഹനത്തിൽ തന്നെ പൂർണ്ണമായും എല്ലാവിധ സുരക്ഷയോടും കൂടി ബഹുമതികളോടും കൂടി ആയിരിക്കും അദ്ദേഹത്തെ പള്ളിയിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി ഭൗതികദേഹം കൊണ്ടുപോകുക. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. സൈന്യം തന്നെ അല്പസമയത്തിനകം ഈ ഭൗതികദേഹം വീട്ടിൽ നിന്നെടുക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി വാഹനത്തിലേക്ക് മൃതദേഹം കൊണ്ടുവരേണ്ട സമയം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നേരെ പള്ളിയിലേക്ക് പോകും. ശരി, വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.